ഇത് കണ്ടോ, ഇന്നൊരു വീഡിയോ ഇതുണ്ടോ, ഇത് ലെമ്പു, ഇത് ടോമിച്ചൻ, ഇത് ടൈസു. കണ്ടാ അവർ. അത് കൂടാതെ പുറത്ത് നമ്മളൊരു ജാക്കി ഉണ്ട്, പിന്നെ ഒരു ഡോറയുണ്ട്. അങ്ങനെ 5 എണ്ണം ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഞാനിപ്പോൾ ഇതെന്താ എന്ന് പറയണത് പറഞ്ഞാൽ, നമ്മുടെ ആളുകളെ ഇവർ വന്നു കഴിഞ്ഞാൽ നായ്ക്കൾ ഒരേ കുരയാണല്ലോ, അപ്പോൾ അവർ കുരയ്ക്കും. ഇതാണ്ടോ, അപ്പോൾ ഇതാ, അപ്പോൾ അവർ കുരയ്ക്കും. ആ നായ്ക്കളുടെ സ്വഭാവമാണ്. കണ്ടാ, ഇത് ജാക്കി. ഇനി നമ്മുടെ കൂട്ടിൽ ഒരാളുണ്ട്, എന്താ കൂട്ടിൽ, അത് ഡോറ. ഇവനൊക്കെ നല്ല കുര കേട്ടോ. ഒരാൾ വീട്ടിൽ വരാൻ പറ്റൂല. അപ്പോൾ ആളുകൾ വീട്ടിൽ ആരും വരാനൊന്നും പറ്റുമൊന്നുമില്ല. കണ്ടാ, അതൊക്കെ കാണാം. അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ഇവർ നടക്കും. പക്ഷേ നമുക്ക് ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ഇങ്ങനെ പറയും നമ്മൾ കാണുമ്പോഴൊക്കെ, എന്താ വീട്ടിൽ നായ്ക്കൾ, ഇതിനൊക്കെ നോക്ക് എന്താ സ്നേഹം കണ്ടോ. അങ്ങനെ അടുത്ത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വന്നിരിക്കും. അവർ ഭക്ഷണ സമയം അടുത്ത് വരും. വീട്ടിലാണ് ഒരു കൂടുണ്ടാക്കണം. ഇപ്പം നമുക്കൊരു അപകടമൊക്കെ പറ്റിയ കാരണം കൊണ്ടൊന്നും പറ്റാതിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ ആളുകളുടെ വർത്തമാനം കേൾക്കുമ്പോഴേ, എന്തിനാണ് അത്രയും നായ്ക്കൾ ഇവരൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞൂടെ എന്നൊരു ചോദ്യം കേൾക്കുമ്പോഴേ, നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് കളയാൻ മനസ്സ് വരും. നോക്കുക, എന്താ സ്നേഹം. ഇവരെ നമ്മൾ എവിടെ കളയും. അല്ലെങ്കിൽ തന്നെ നാട്ടിൽ തെരുവ് നായ്ക്കളുടെ ശല്യം ഒരുപാടാണ്. ഇനി അഥവാ തന്നെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇതൊരു പേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇവർ എഴുതി നടക്കും. മനുഷ്യൻ പറയുന്നത് നമ്മളൊക്കെ അത്രയേ ഉള്ളൂ, ഓരോന്നിനും കൊടുക്കുന്നു വരാം. ആണോ, ഇവർ നമ്മുടെ കുടുംബത്തെ നമുക്ക് മിണ്ടാപ്രാണികളോട് ഭയങ്കര സ്നേഹമാണ്. ഇതിനെയൊക്കെ നമ്മൾ എന്തിനു കാണണം. ആകെ കുറച്ച് ഭക്ഷണം കൊടുക്കണം. അവരിതാ കടന്നുകൊണ്ട് അവരുടെ സേഫ്റ്റിയായി, അവരുടെ സ്വതന്ത്രമായി, അല്ലെങ്കിൽ നമ്മളിവിടെ സുരക്ഷിതരാണെന്നുള്ള ആ ഒരു സന്തോഷത്തിലുള്ള കിടപ്പാണ്. ഇവരൊക്കെ തെരുവോരത്തിലേക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്കൊക്കെ സങ്കടമുള്ള കേസാണത്. ആളുകൾ ചിന്തിക്കുന്നത് അതാണ്. ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക. പെറ്റ തള്ളേനെയും തന്തേനെയൊക്കെ ഉപേക്ഷിക്കുന്ന കാലമല്ലേ. പിന്നെയും മിണ്ടാപ്രാണികളൊക്കെ എന്ത് സ്നേഹമുണ്ടാവും. പക്ഷെ ഞാൻ ഇവരെവിടെയും കളയില്ല. അതുപോലെ ഇനിയും നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലെ തെരുവോരങ്ങളുള്ള മൃഗങ്ങളെ നമ്മൾ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അതിന് മാത്രമുള്ള സാമ്പത്തിക